നമസ്തേ, ആപ് സഭിക്കോ ഹമാരെ ചാനൽ पर ഹാർദിക് സ്വാഗത്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യകാലത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹിന്ദി സാഹിത്യ പ്രഥമ മഹാകാവ്യ കോൺസാ ഹെ? ഹിന്ദി സാഹിത്യത്തിലെ പ്രഥമ മഹാകാവ്യം ഏതാണ്? ഉത്തരം പൃഥ്വിരാജ് രാസോ ആണ്. അത് എഴുതിയിട്ടുള്ളത് ചന്ദബർദായിയാണ് കേട്ടോ, പ്രത്യേകം ഓർത്തു വെക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രാമചന്ദ്ര ശുക്ല, ഡോക്ടർ വൂളർ, മുൻഷി ദേവ് പ്രസാദ് ജൈസെ വിദ്വാനോं ने പൃഥ്വിരാജ് രാസോ को क्या माना है? ഇവരൊക്കെ പറഞ്ഞത് എന്താണ് പൃഥ്വിരാജ് രാസോയെ? ഉത്തരം അപ്രമാണിക്. രാമചന്ദ്ര ശുക്ല, ഡോക്ടർ വൂളർ, മുൻഷി ദേവ് പ്രസാദ് ജൈസെ വിദ്വാനോं ने പൃഥ്വിരാജ് രാസോ को അപ്രമാണിക് മാനാ ഹെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. ആരൊക്കെയാണ് പൃഥ്വിരാജ് രാസോയെ പ്രാമാണികമെന്നും അപ്രമാണികം പറഞ്ഞത് എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് പറയാൻ സാധിക്കണം. ഡോക്ടർ വൂളറും മുൻഷി ദേവ് പ്രസാദും രാമചന്ദ്ര ശുക്ലൊക്കെ എന്താണ് പറഞ്ഞത്? അപ്രമാണിക എന്നാണ് പറഞ്ഞത് എന്ന് പ്രത്യേകം പഠിച്ചു വെക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നാൽഹ രസായൻ ആരംഭൈ സാരദ തൂഠി ബ്രഹ്മകുമാരി കിസ് രാസോ ഗ്രന്ഥ കി പങ്ക്തിയാം ഹെ? ഉത്തരം ഖുമാൻ രാസോ. ഖുമാൻ രാസോയിലെ വരികളാണിവ. ഖുമാൻ രാസോ എഴുതിയിട്ടുള്ളത് ആരാണ്? ദൾപതി വിജയാണ്. കഴിഞ്ഞ JLT എക്സാമിന് പങ്ക്തികൾ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഈ വരുന്ന JLTക്കും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ടോപ്പിക്കാണ് വരികൾ കേട്ടോ. പങ്ക്തികൾക്ക് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധ കൊടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഹിന്ദി के आरंभिक रूप को आवहट किसने कहा? किसने कहा? उत्तरम भोलाशंकर व्यास ने कहा. भोलाशंकर व्यास ആണ് ആൻസർ. ഹിന്ദി के आरंभिक रूप को आवहट भोलाशंकर व्यास ने कहा. അപ്പോൾ ഹിന്ദിയുടെ ആരംഭിക് രൂപത്തെ അവഹട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഭോലാശങ്കർ വ്യാസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആൽഹ ഊദൽ കാ വർണ്ണൻ കിസ് രാസോ കാ ഹെ? അപ്പോൾ ആൽഹയുടെയും ഊദലിൻ്റെയും വർണ്ണന ഏത് രാസോയിലേതാണ്? ഉത്തരം പരമാൽ രാസോ. പരമാൽ രാസോ ആരുടേതാണ്? ജഗനികിൻ്റേതാണ് കേട്ടോ. പരമാൽ രാസോ എഴുതിയിട്ടുള്ളത് ജഗനികാണ്. അതിൻ്റെ ദൂസരാ നാം ക്യാ ഹെ? പരമാൽ രാസോ കാ ദൂസരാ നാം ക്യാ ഹെ? ആൽഹഖണ്ഡ് ഹെ അല്ലേ. ആൽഹഖണ്ഡ് എന്നാണ് പരമാൽ രാസോയുടെ മറ്റൊരു പേര്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. കണക്ട് ചെയ്ത് പ്രത്യേകം പഠിക്കുക കേട്ടോ. അടുത്തത്, ഹിന്ദി സാഹിത്യ के इतिहास का सर्वाधिक विवादास्पद काल कौन सा है? ഏതാണ് ഹിന്ദി സാഹിത്യത്തിൻ്റെ സർവാധികം വിവാദാസ്പദമായ കാലം എന്ന് പറയുന്നത്? ഉത്തരം ആദികാൽ. ആദികാലമാണ് ഹിന്ദി സാഹിത്യത്തിൻ്റെ സർവാധിക് വിവാദാസ്പദ കാൽ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, രാഹുൽ സാങ്കൃത്യാൻ के अनुसार हिंदी का प्रथम कवि कौन है? ആരാണ്? ഉത്തരം സർഹപ്പ. സർഹപ്പയാണ് രാഹുൽ സാങ്കൃത്യാൻ के अनुसार हिंदी का प्रथम कवि. സർഹപ്പയുടെ ദോഹാഘോഷമൊക്കെ പ്രത്യേകം ഓർത്തു വെക്കണം കേട്ടോ. രചനയാണ് സർഹപ്പയുടെ രചന ഏതാ? ദോഹാഘോഷമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആദികാലീൻ ഗീത് പരമ്പര की ആദി കവി കോൻ ഹെ? ഉത്തരം വിദ്യാപതി. ആരാണ്? വിദ്യാപതിയാണ് ഗീതികാർ എന്നറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ വിദ്യാപതിയെ കുറിച്ച് നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വീഡിയോയിൽ അത് പഠിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അമീർ ഖുസ്രോ കി ഗുരു കോൻ थे? അമീർ ഖുസ്രോയുടെ ഗുരു ആരാണ്? ഉത്തരം ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ. നിസാമുദ്ദീൻ ഔലിയാണ് അമീർ ഖുസ്രോയുടെ ഗുരു. അടുത്ത ക്വസ്റ്റ്യൻ, ദോഹാഘോഷ് കി രചയിത കോൻ ഹെ? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, സർഹപ്പ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ദോഹാഘോഷ്. ദോഹാഘോഷ് കി രചയിത കോൻ ഹെ? സർഹപ്പാദ് ഹെ. സർഹപ്പാദാണ് ദോഹാഘോഷിൻ്റെ രചയിത. അടുത്ത ക്വസ്റ്റ്യൻ, ആദികാലീന യുദ്ധ വർണ്ണന में किस भाषा का प्रयोग हुआ? ഉത്തരം ഡിങ്കലാണ്. ആദികാലീന യുദ്ധവർണ്ണനയിൽ ഡിങ്കൽ ഭാഷയുടെ പ്രയോഗമാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആദികാലത്തിൻ്റെ വിശേഷതകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാകൃത്, അപഭ്രംശ്, ഡിങ്കൽ ഏവം പിങ്കൽ ഭാഷ का प्रयोग അല്ലേ. ആ 4 ഭാഷകളിൽ പഠിച്ചു വെച്ചാൽ നമുക്ക് ഉത്തരം ഈസി ആയിട്ട് കിട്ടും. ഡിങ്കൽ ഭാഷയുടെ പ്രയോഗമാണ് ആദികാലീന യുദ്ധവർണ്ണനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഖാലിക് ബാരി. ഖാലിക് ബാരി കിസ്കി രചന ഹെ? കിസ്കി ഹെ? ഉത്തരം ആമീർ ഖുസ്രോ. ആമീർ ഖുസ്രോയുടെ രചനകളാണ്
രചനയാണ് ഖാലിദ് ബാരി. മറ്റു രചനകൾ ഏതൊക്കെയാണ്? പഹേലിയാം വരുന്നുണ്ട്, മുഗറിയാം വരുന്നുണ്ട്, ദോ സഖുനെ വരുന്നുണ്ട്, ഖാലിദ് ബാരി, ഗസൽ ഇവയൊക്കെ അമീർ ഖുസ്രിയുടെ മറ്റ് രചനകളാണ് കേട്ടോ. ഖാലിദ് ബാരി എന്താണ്? ഒരു നാടകമാണ്. അതുകൂടി പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ജയമയങ്ക് ജസ് ചന്ദ്രിക കെ രചനാകാർ കോൻ ഹേ? ജയമയങ്ക് ജസ് ചന്ദ്രിക കെ രചനാകാർ കോൻ ഹേ? ഇങ്ങനെ വരുന്ന കുറച്ച് കൺഫ്യൂഷനായിട്ട് ഈ ജാ വെച്ചിട്ടൊക്കെ വരുന്ന കുറച്ച് എന്താ പറയുക രചനകളുണ്ട്. അവരുടെ രചനാകാരൊക്കെ നമുക്ക് കുറച്ചൊന്നും കൺഫ്യൂഷൻ ആവും പോവും കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അടുത്തതായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം പഠിച്ചു വെക്കുക. ജയമയങ്ക് ജസ് ചന്ദ്രിക കെ രചനാകാർ കോൻ ഹേ? ഉത്തരം മധുകർ കവി. മധുകർ കവിയാണ് ജയമയങ്ക് ജസ് ചന്ദ്രിക കെ രചനാകാർ. അത് പ്രത്യേകം പഠിച്ചു വെക്കണം കേട്ടോ. ജയചന്ദ്ര പ്രകാശ് ഉണ്ട് അതേപോലെ. ജയമയങ്ക് ജസ് ചന്ദ്രിക മധുകർ കവിയാണെങ്കിൽ ജയചന്ദ്ര പ്രകാശ് കിസ്കി ഹേ? ഭട്ട് കേദാർ കി ഹേ അല്ലേ? ഭട്ട് കേദാറിൻ്റെ രചനയാണ് ജയചന്ദ്ര പ്രകാശ്. അടുത്തത്, പുസ്തക് ജൽഹൻ ഹാത്ത് ദൈ ചലി ഗജ്ജൻ നൃപകാജ്. ഇത് നമുക്ക് വളരെ എന്താ പറയുക സുപരിചിതമാണ് അല്ലേ? പുസ്തക് ജൽഹൻ ഹാത്ത് ദൈ ചലി ഗജ്ജൻ നൃപകാജ് കിസ്കി രചന ഹേ അല്ല കിസ്കി പങ്ക്തി ഹേ? കിസ്കി പങ്ക്തിയം ഹേ? ഇതാരുടെ വരികളാണ്? പുസ്തക് ജൽഹൻ ഹാത്ത് ദൈ ചലി ഗജ്ജൻ നൃപകാജ് കിസ്കി പങ്ക്തി ഹേ? ഉത്തരം ചന്ദബർദായാണ് അല്ലേ? ചന്ദബർദായുടെ വരികളാണ് ഇവ. ഇത് രാസോയിലേതാണ്? പൃഥ്വിരാജ് രാസോയിലെ വരികളാണ് അല്ലേ? പുസ്തക് ജൽഹൻ ഹാത്ത് ദൈ ചലി ഗജ്ജൻ നൃപകാജ്. അതങ്ങനെ തന്നെ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉത്തരം കിട്ടും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദ്.